ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ എർത്ത് ഈസ് എ ലിവിങ് തിങ് എന്ന് പറയുന്ന ലൂസ്ലി ക്ലിഫ്റ്റൺ എഴുതിയിട്ടുള്ള ഒരു പോയം ആണ്. ഇത് നമ്മളെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് AC പേപ്പറിലെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്. നമുക്ക് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ മദർ എർത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പോയത്തിൽ പറയുന്നത്. ഒരുപാട് മെറ്റഫേഴ്സും ഒരുപാട് പേഴ്സോണിഫിക്കേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ എർത്തിനെ എന്ത് ചെയ്യാണ് ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് ഒരു ലിവിങ് ബ്യൂട്ടി ആയിട്ട് പേഴ്സോണിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യാണ് നമ്മുടെ പോയറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓതറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസ്ലി ക്ലിഫ്റ്റൺ എന്ത് ചെയ്യാണ് ഒരു എക്കോ ക്രിട്ടിക്കാണ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ മഹത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭൂമിയുടെ ആ ലിവിങ് ബ്യൂട്ടിയെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയും ഒരുപാട് അതിനെ പ്രൈസ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു നമ്മളുടെ ലൂസ്ലി ക്ലിഫ്റ്റൺ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭൂമിയെ അതിൻ്റെ ബ്യൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ലിവിങ് ക്രിയേച്ചേഴ്സുമായിട്ടും പല ആനിമൽസുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പോയറ്റ് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഏർത്ത് നമ്മൾ ആ ഈസി എന്നുള്ളതിന് മുന്നേ അതിന് മുന്നേ എന്ത് ചെയ്താൽ മതി, ഒരു ഏർത്ത് ചേർത്താൽ മതി. ഓക്കെ, Earth is a black shambling bear, ruffling its wild back and tossing mountains into the sea. In the very first stanza, the earth is compared to a bear. ഇതാണ് ഒരു കരടിയോടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ടുള്ളത്. എങ്ങനത്തെ കരടിയാണ്? ഒരു വഴക്കാളിയായിട്ടുള്ള റംബ്ലിംഗ് ബിയറുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോയറ്റ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇതെന്താ കാണിക്കുന്നത്? ദ എർത്ത് പവർ ആൻഡ് എബിലിറ്റി ടു ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. നമ്മളെ ക്ലൈമറ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ മാറാനുള്ള ഭൂമിയുടെ കഴിവിനാണ് എന്ത് ചെയ്യുന്നത് ഈ പാരഗ്രാഫിൽ നമ്മളെ പോയറ്റ് ഒരു ബെയറുമായിട്ട് എർത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. എർത്ത് ഈസ് എ ബ്ലാക്ക് ഷാംബ്ലിംഗ് ബിയർ, ഒരു കറുത്ത കരടിയാണത്. റഫ്ലിംഗ് ഇറ്റ്സ് വൈൽഡ് ബാക്ക് ആൻഡ് ടോസിങ് മൗണ്ടെയിൻ ഇൻസ് ടു ദ സീ. എന്ത് ചെയ്യണം? അതിൻ്റെ വഴക്കാളിത്തരം കൊണ്ട് അല്ലെങ്കിൽ ആ സ്വഭാവം കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം ഒഴുകുമറിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ തഴകീരായിട്ട് മറിക്കുന്നുണ്ട് മൗണ്ടെയിൻസും കടലുകളും ഒക്കെ. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ദ പവർ ഓഫ് earth or the wilderness of earth and also the changing mentality of earth. അറിയാം നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ടും നമ്മുടെ ഭൂമിയുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ അറിയാം. അതെന്താണ്? ഓരോ മിനിറ്റിലും ഓരോ പോലെയാണോ? അല്ല, എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ദിനങ്ങളുണ്ട്, രാത്രിയുണ്ട്, കുറച്ച് കാലത്ത് നമുക്ക് സമ്മറാവും, പിന്നെ വിൻ്ററാവും. ഈ അവസ്ഥകളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇൻ സെക്കൻഡ് സ്റ്റാൻസ, Earth is a black hawk circling the burying ground, circling the bonds cleaned and discarded. So, in the second stanza, we can see that the earth is compared to a black hawk. ഒരു പരുന്തിനോടാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഭൂമിയെ നമ്മളുടെ പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്താ മനസ്സിലാക്കാം? ദ ലൈഫ് സർക്കിളിന് നമുക്ക് ഭൂമിയിലെ ലൈഫ് സർക്കിളിനെ കുറിച്ചാണ് പോയറ്റ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. വിച്ച് ഈസ് ദ ലൈഫ് ആൻഡ് ഡെത്ത്. ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഭൂമിയിൽ കാണുന്ന അത്രയും വിസിബിലിറ്റി ഉള്ള ഒരു പക്ഷിയാണ് എന്ത് നമ്മളെ ഹോക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആകാശത്ത് നിന്ന് നമ്മളെ ഈഗിൾസ് വ്യൂ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലെ എന്ത് ചെറിയ കാര്യങ്ങളും ദൂരത്തുനിന്ന് കണ്ടിട്ട് അതിനെ കൊത്തിയെടുക്കാനായിട്ട് ഹോക്കിന് കഴിയും. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഹ്യൂമൻ മോർട്ടാലിറ്റീനെ കുറിച്ചിട്ട് എന്താണ് ഒരു കാര്യം ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, അതിന് മരണവും ഉണ്ട്. അതേപോലെ തന്നെ ഒരു പരുന്ത് അല്ലെങ്കിൽ ഒരു ഹോക്ക് എന്ത് ചെയ്യാണ് ബറിയിങ് ഗ്രൗണ്ടിൽ നമ്മളുടെ ശ്മശാനങ്ങളിൽ എല്ലുകൾ പെറുക്കി എടുക്കുന്നത് പോലെയാണ് ഭൂമിയിലെ അവസ്ഥ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഭൂമി ഹാസ് മൊർട്ടാലിറ്റി വിച്ച് മീൻസ് ഈവൻ ദ ബോൺ ഹാസ് ടു ഡൈ വൺ ഡേ. എന്താണ്? ജനിച്ചവർക്ക് എന്ത് ചെയ്യണം? ഒരു ദിവസം മരിച്ചേ പറ്റുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യണം? നമ്മളെ ഭൂമിയിലെ ലൈഫ് ആൻഡ് ഡെത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദാറ്റ് Earth is a fish, black blind in the belly of water, is a diamond blind in the back belly of coal. And in the third stanza, the poet is using a fish to metaphorize the earth. എന്ത് ചെയ്യാണ്? ഭൂമിയെ ഒരു വെള്ളത്തിൽ നീന്തി കളിക്കുന്ന ഒരു മത്സ്യമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മടിത്തട്ടിൽ നീന്തി കളിക്കുന്ന ഒരു മത്സ്യം. ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ. ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ കറുത്ത അവസ്ഥയിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു നീങ്ങുന്ന മീനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എർത്ത് ഈസ് എ ഡയമണ്ട്
ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ബ്ലാക്ക് ബെല്ലി ഓഫ് കോൾ. നമ്മളെ കൽക്കരിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡയമണ്ട് ആണ് എന്ത് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫിഷിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എർത്തിൻ്റെ ആൻഷ്യൻ മിസ്റ്റീരിയൻ സബ് കോൺഷ്യസ് ആസ്പെക്ട്സുകളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എർത്ത് എന്ന് പറയുന്നത് എന്താണ്, അത്രയും മിസ്റ്റീരിയസ് ആണ്, നിഗൂഢമായ ഒരു അവസ്ഥയാണ്. ബെല്ലി ഓഫ് വാട്ടറിൽ മറിഞ്ഞു നിൽക്കുന്ന ഒരു ഫിഷിനെ പോലെയാണ് എന്നാ പറയുന്നത്. നിഗൂഢമായ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭൂമിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് എർത്ത് വിത്ത് ഡയമണ്ട്. ഡയമണ്ട് മീൻസ് വി ക്യാൻ സീ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഹാസ് എ ഹൈ വാല്യൂ. അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രഷ്യസ്, വാല്യൂ അത്രയുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോയിട്ട് ഇവിടെ ഡയമണ്ട് ആയിട്ട് ഭൂമിയെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. സോ ഇവിടെ നമുക്ക് ഫിഷ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഡയമണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഫിഷ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തിനാ, മറിഞ്ഞു നിൽക്കുന്ന ഫിഷ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ മിസ്റ്റീരിയസ് സസ്പീഷ്യസ് നേച്ചർ ഓഫ് എർത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയമണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഭൂമി അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ബ്യൂട്ടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, Earth is a black and living thing, is a favorite child of the universe. Feel her rolling her hand in its kinky air. Feel her brushing it clean. So, ഇനി ഏർത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഏർത്ത് ഈസ് എ ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ്. ഏർത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു കുട്ടിയാണ് നമ്മളുടെ ഏർത്ത് എന്ന് പറയുന്നത്. ഫീൽ ഹർ റോളിങ് ഓവർ ഹാൻഡ് ഇൻ ഇറ്റ്സ് കിങ്കി ഹെയർ. ഫീൽ ഹർ ബ്രഷിങ് ഇറ്റ് ക്ലീൻ. അപ്പം എന്ത് ചെയ്യുക, അവളുടെ മുടിയിഴകൾ നമ്മളൊന്ന് തലോടി കൊടുക്കുക, അവളെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതൊക്കെ എന്താണ്, നമ്മളുടെ ഡ്യൂട്ടിയാണ്. അതാണ് എർത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കണം. അത് നമ്മളുടെ ഹ്യൂമാനിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇതിന് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് എർത്താണ്. അതിൻ്റെ മുടിയിലകൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് എന്ത് കാണാം, ഇവിടെ റിപ്പീറ്റേഷൻ കാണാൻ പറ്റും, ഇല്ലേ? ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ് എന്നുള്ള റിപ്പീറ്റേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ലിവിങ് തിങ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് എന്ത് കാണാം, ഇവിടെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പറയുന്നത്, അതാണ് ഒരു എർത്തിനെ ഒരു വൈബ്രന്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഈ പോയത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ റിപ്പീറ്റേഷൻ നമുക്ക് ഈ പോയത്തിൽ വീണ്ടും വീണ്ടും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം. നമ്മൾ ഈ പോയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർത്തിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഏർത്ത് ഈ യൂണിവേഴ്സിൽ എന്നുള്ള കാര്യമാണ് ഈ പോയത്തിൽ പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ ഓരോ വസ്തുക്കളായിട്ടും, ഓരോ കാർണിവോറസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ആനിമൽസിനായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ കമ്പയർ ചെയ്യാണ് പോയറ്റ് നമ്മളുടെ ഏർത്തിനെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.